ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള ഈ തൃശൂർക്കാരൻ ചാലക്കുടിയുടെ പര്യായമായിരുന്നു. ചാലക്കുടി എന്ന നാടിന് കലാഭവൻ മണിയുടെ രൂപമായിരുന്നു മലയാളിയുടെ മനസ്സിൽ. അത്രമേൽ തന്റെ നാടിനെയും നാട്ടുകാരെയും സ്നേഹിച്ച ഒരു പച്ച മനുഷ്യൻ, അതായിരുന്നു കലാഭവൻ മണി. മലയാള സിനിമയിൽ തന്റേതായ ശൈലിയിലൂടെ ഹാസ്യതാരമായും വില്ലനായും നായകനായും സിനിമയുടെ എല്ലാ മേഖലയെയും തന്റെ കൈക്കുള്ളിൽ ഭദ്രമാക്കി വച്ചു ആ കലാകാരൻ. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ചുറ്റുപാടുകളോട് പടവെട്ടി പൊരുതി വിജയിച്ച കലാകാരനായിരുന്നു അദ്ദേഹം. തനി സാധാരണക്കാരന്റെ യാതനാഭരിതമായ ജീവിതത്തിൽ നിന്നും മലയാള സിനിമയുടെ, തെന്നിന്ത്യൻ സിനിമയുടെ ഉമ്മറത്തെത്തിയിട്ടും കലാഭവൻ മണി ചിന്തയിലും പ്രവൃത്തിയിലും തികഞ്ഞ നാട്ടിൻ പുറത്തുകാരനായിരുന്നു. ആദ്യകാലങ്ങളിൽ സഹനടനായി പ്രത്യക്ഷപ്പെട്ട മണി അധികം വൈകാതെ നായക വേഷങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി. 1999 പുറത്തിറങ്ങിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും അദ്ദേഹത്തിന്റെ കരിയോഗ്രാഫിനെ തന്നെ മാറ്റിമറിച്ച സിനിമയാണ്. പിന്നീട് നായകനായും വില്ലനായും മലയാളത്തിലും മറ്റു ഭാഷകളിലും നിരവധി ചിത്രങ്ങൾ. വില്ലൻ വേഷങ്ങളിലേക്ക് ചുവട് മാറിയതോടെയാണ് മറ്റ് ദക്ഷിണേഷ്യൻ ഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം ഇടം പിടിച്ചത്. அந்த டிஜிபி கிட்ட போய் சொல்ல, பாம்புக்கு மகிடி ஊதிக்கிட்டு இருக்கா, நானும் பாம்பு மாறிதான். വിസ്മൃതിയിലേക്ക് മറഞ്ഞേക്കാമായിരുന്ന മണ്ണിന്റെ മണമുള്ള ജീവിതത്തിന്റെ ഗന്ധമുള്ള നാടൻ പാട്ടുകൾ തലമുറകളുടെ അന്തരമില്ലാതെ മലയാളികൾ കലാഭവൻ മണിയിലൂടെ വീണ്ടും പാടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. തന്റെ സ്വതസിദ്ധമായ ചിരിയിലൂടെ, ഗാനാലാപനത്തിലൂടെ, അഭിനയത്തിലൂടെ നമ്മളെ അമ്പരപ്പിച്ച ആ അതുല്യ കലാകാരന് റേഡിയോമിയുടെ ആദരാഞ്ജലികൾ. അരുൺ പാറാട്ട്, റേഡിയോമി. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോ.